ഒരു പാഷൻ ഡ്രിവൺ സിനിമയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കംപ്ലീറ്റ് ന്യൂയോർക്കിലാണ്, എല്ലാ ഫ്രെയിമും US-ലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ടേഴ്സും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം US ബേസ് ചെയ്ത് ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയുടെ മാത്രമല്ല, എല്ലാ മേഖലയിലും ഒരു വലിയ ടാലൻറ്റ് പൂൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണ്. അവരവരുടെ ജീവനും ജീവനോപാധിയും എല്ലാം തേടി ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ പാഷൻ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. പക്ഷേ അനൂപ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ 17-18 മണിക്കൂറുമെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കരിയറും അതോടൊപ്പം തന്നെ സിനിമ ഷൂട്ടിങ്ങും കഴിഞ്ഞ് 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആളുകളാണ് ഈ സിനിമയുടെ മുഴുവൻ ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കാം. കാരണം ഇതുപോലെ പാഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു യങ് ടീം അവരുടെ പാഷൻ്റെ പുറകെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു വലിയ ടീം പൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. I think it's a very monstrous effort. പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രോ പ്രോജക്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്, സ്ക്രീൻ പ്ലേ, DOP, ഡയറക്ഷൻ, ഇസ് ദർ എനിത്തിങ് ലെഫ്റ്റ്? സോ ഫാന്റാസ്റ്റിക് എഫേർട്ട്, and I really wish the best for this whole team, and I really hope our industry actually needs talents like them. ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഇൻഡിപെൻഡൻറ്റ് കഥകൾ വരട്ടെ, നല്ല സിനിമ സാധിക്കട്ടെ. താങ്ക് യു. ഇത് ഈ പാട്ടിനായിട്ട് ബ്രോ ആദ്യം സമീപിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ആഴ്ച എഴുതാനായിട്ട് ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. ഫുള്ളി കമ്പോസ് ചെയ്ത് പടപടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കുകൾ പടപടേന്ന് വരുന്ന വാക്കുകൾക്കായിട്ടാണ് കമ്പോസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഗോസ്റ്റ് ചെയ്ത് മുങ്ങിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. അത് കഴിഞ്ഞ് രേഷേട്ടൻ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് വീണ്ടും ഒന്ന് വൈബ് സെറ്റായി, അത് കഴിഞ്ഞ് വന്ന പാട്ടാണ്. അപ്പോൾ അതെ, അപ്പോൾ നമുക്കത് ലൈവായിട്ട് തന്നെ കേൾക്കാം. ഫസ്റ്റ് ടൈമാണ് എഴുതിയ പാട്ട് സിനിമയിൽ വരുന്നത് ആദ്യമായിട്ട്. സോ ഇറ്റ്സ് ഗുഡ് മൊമെന്റ് ഫോർ മീ ടു. താങ്ക്സ് എ ലോട്ട്. ഒരുപാട് പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമയ്ക്ക് വേണ്ടി സംഭവിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ലൈവായിട്ട് തന്നെ ആ പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. സ്റ്റേജ് ഈസ് യോർസ്. താങ്ക് യു. നിങ്ങൾ നോക്കി പാടുന്നുണ്ട്, കണ്ടമാനം വാക്കുകളുള്ള കാരണം. ആൻഡ് ഒരു നിമിഷം തെറ്റിപ്പോയി എനിക്കും തെറ്റും, അതാണ് കേട്ടോ. ആരും മിക്കവാറും നോക്കാൻ സാധ്യത വളരെ കുറവാണ്. ഞങ്ങൾക്കത് പറയുന്നവരും നിരനിരയായ ഗീതകൾ നീടിയ നരകത്തി പോലുള്ളൊരു ദുരിതം, കടലിനാടൻ ചുഴച്ചികൾ തൂകുന്നൊരുപകരം ചൂതാട്ടം പേക്കോലങ്ങൾ നിയമങ്ങൾ മെനയുന്നൊരു നഗരം, അരുതുകളുടെ പടിമാറാപ്പിൽ പതിരില്ലാതറിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇങ്ങോട്ട് വിളിച്ച അനുഭവത്തിന് ഒരുപാട് നന്ദി. സോ ഇതൊരു അൺയൂഷ്വൽ ടൈറ്റിലാണ്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിറിക്സ്, മ്യൂസിക്, സിനിമോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ. So Radish, hats off to you because you know it's a difficult task. ഞാനത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോടും അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം,
ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാലമാണ്. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ്. അതിനൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനെ ഒരു ടൈറ്റിലൂടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഗൗതം ഘോഷിൻ്റെയും ബാലുമഹേന്ദ്രയുടെയൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമോഗ്രാഫിയും കൂടെ ഒരുമിച്ച് വായിച്ച് കണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത്. സോ രതീഷ്, സോ ഹാപ്പി. ആൻഡ് തീർച്ചയായിട്ടും നേരത്തെ ബഹുമാനപ്പെട്ട MP പറഞ്ഞ പോലെ, IB പറഞ്ഞ പോലെ, പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി. സോ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് പുള്ളർ വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് അറിയാം. ഇവിടെ പലർക്കും അറിയില്ല. ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. എല്ലാ ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഒരു 15 അടി ലാഡർ അവർ ഉപയോഗിച്ച് ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ്, ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ആൻഡ് അത് കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ളൊരു സിനിമ പോലെ നമുക്ക് കാണാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹവ് അച്ചീവ്ഡ് ഇറ്റ്. സോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെൽ ഇൻ ബോക്സ് ഓഫീസ്. ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോടു കൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ എന്താ പറയുക ഭാവങ്ങൾ നേരുന്നു. ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടൈം, സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, എവറി വൺ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്ര ചേച്ചിയുടെ ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്ര ചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്ര ചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീഷ് ശേഖർ എന്ന് വിളിച്ചോടുകൂടി സത്യം പറഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എൻ്റെ എല്ലാ എഫേർട്സും പെയ്ഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാസികളുടെ ഒരു ഐഡൻറ്റിറ്റി, അല്ലേ? ഇപ്പോൾ ഗൾഫായാലും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണെങ്കിലും പ്രവാസികളുടെ ഒരു ഐഡൻറ്റിറ്റി അതാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. സോ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചു ടീമിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്റ്റ് ചെക്ക്മേറ്റ്. ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത, അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറിനെ അനുപേട്ടനും ലാൽ സാറും ട്രസ്റ്റ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ചെക്ക്മേറ്റ് ജനിച്ചത്. ദിസ് റൈറ്റ് ഹിയർ ഇസ് മൈ ടീം. ഞങ്ങളൊരു 10-18 പേരേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു 18 പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ്. സോ ആസ് ഓഫ് നൗ ഞങ്ങളൊരു 4 പേരുണ്ട്. കുറച്ച് സുനിത ഇസ് റൈറ്റ് ഹിയർ. സുനിത പ്ലീസ് ഒന്ന് ജോയിൻ മീഡ. Also, I would like to thank Soumya, Shyam, Bala, Rajiv, Shiva, and whole team here. പുള്ളിക്കിടന്ന് ഉറങ്ങുകയാണ്. ചെക്ക്മേറ്റ് ടെക്നിക്കൽ ക്രൂ എല്ലാവരും ഇവിടെ ഉണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്ത ധനുഷ്, കളറിസ്റ്റ് ബിലാൽ, അസദ്, സൗണ്ട് മിക്സ് ചെയ്ത വിഷ്ണു, എഡിറ്റർ പ്രജീഷ്, and my best friend, I would say sister from another mother, ധന്യ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ പോൾ കറുവപ്പള്ളി, ലിൻഡോ ജോളി, അജു മാത്യു, പിന്നെ ഹരി നമ്പൂതിരി, he's actually here in the crowd somewhere. So thank you everyone.
ഹെയ്ൻസിനും സ്നേക്ക് പ്ലാൻ ടീമിനും, ദീപക്, ഗുഡ്ഫെല്ലാസ് ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ, താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ദിസ് ഹ്യൂജ് ലോഡ് ഓഫ് ഓഫ് മൈ ഷോൾഡർ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ വൈഫ് മീര നായർ. I can't operate without her, I can't live without her. പിന്നെ എൻ്റെ 2 കുട്ടികൾ, മേഘന ആൻഡ് അത്തീന. പിന്നെ എൻ്റെ ചേട്ടൻ, മൈ പില്ലർ, he does everything for me. He was also an executive producer of the movie, by the way. പിന്നെ എവ്രിവൺ, നിങ്ങളെല്ലാവർക്കും ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും ചെക്ക്മേറ്റ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. I also wanted to mention, people like നിത്യ, ഇപ്പം യദു കൃഷ്ണൻ ഇവിടെ ഉണ്ട്, നമ്മുടെ വേടൻ ഇവിടെ ഉണ്ട്. ഇവർക്ക് ആർക്കും ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയില്ല. ഐ തിങ്ക് നിത്യ ആക്ച്വലി കെയിം ത്രൂ തന്നെയാണ്. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് ടീമിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാവരും കാണിച്ച ആ ഒരു മനസ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡയറക്ടർ. അപ്പൊ എന്താണെങ്കിലും ഒന്നും പുള്ളി വിട്ടു പറയുന്നില്ല, ത്രില്ലർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, വിട്ടു പറയില്ല. അപ്പൊ എന്തായാലും പക്ഷെ ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ഓഗസ്റ്റ് 8 കണ്ടിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.